ഹായ് ഫ്രണ്ട്സ്, 10ാം തലം പ്രാഥമിക പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളെ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ 1908 തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലൂർ ഗ്രാമത്തിലാണ് ജനിച്ചത്. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. മൂന്നാമത്തത് അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. നാലാമത്തത് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇതിൻ്റെ ആൻസർ വരുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നതും അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ് എന്നതും കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നുള്ളതുമാണ്. വൈകുണ്ഠസ്വാമിയെ പറ്റി പറയുകയാണെങ്കിൽ 1809 മാർച്ച് 12 അദ്ദേഹത്തിൻ്റെ ജനനം. ജന്മസ്ഥലം എന്നത് സ്വാമിത്തോപ്പ്, കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ്. പിതാവ് പൊന്നുനാടാറും മാതാവ് വെയിലാർ അമ്മയുമാണ്. തിരുമാലാമ്മാളാണ് അദ്ദേഹത്തിൻ്റെ പത്നി. അദ്ദേഹം ബാല്യകാലത്തിൽ മുടിചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളെന്നറിയപ്പെടുന്നതാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതിയാണ് തിരുക്കുറൾ. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ഒன்றே ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരിശ്, ഒன்றേ നീതി അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് ഇതും അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയാണ്. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരിയാണ് വൈകുണ്ഠസ്വാമികൾ. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമി. നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കി. സാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ നിർമ്മിച്ചു. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ പരസ്യമായി വലിച്ച് ആചാരം ലംഘിച്ച നേതാവ്. കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കി. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമിയാണ്. ശിവനാരായണൻ, നാരായണ ഭണ്ഡാരം എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. മുടിചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കി. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമിയാണ്. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. അയ്യാവഴി എന്ന ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ കൊണ്ടുവന്നത് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴി മതത്തെ പിതാവിൻ്റെ വഴി എന്നും അറിയപ്പെടുന്നുണ്ട്. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദച്ചന്നം ആണ്. അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴത്താങ്കൽ. അയ്യാവഴി മതത്തിൻ്റെ ആഘോഷങ്ങളാണ് അയ്യാ വൈകുണ്ഠ അവതാരം, കൊടിയേറ്റ് തിരുനാൾ എന്നിവയൊക്കെ. അയ്യാവഴിയുടെ പ്രധാന ക്ഷേത്രങ്ങളിലെ പൊതുവെ അറിയപ്പെടുന്ന പേര് പതികൾ എന്നാണ്. അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖിലത്തിരുട്ട് അമ്മാനെയാണ്. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് ഇദ്ദേഹമാണ്. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ പൂവാന്തർ തോപ്പിൽ വെച്ച് തൻ്റെ യുഗതപസ് ആരംഭിച്ച വർഷം 1833. ഇതിനു ശേഷമാണ് വൈകുണ്ഠസ്വാമി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത്. വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം തിരുച്ചെന്തൂർ ആണ്. 1833. ദക്ഷിണ കേരളത്തിൽ ചാന സമൂഹങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാണ്. തൂവൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു. സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഒരു തരത്തിലുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി നിലകൊണ്ട നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ. ഊഴിയം വേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തത്തെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ്. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കനികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കുവാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം.